നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ തെഹസിൻ നെടുവഞ്ചേരി. ഞാൻ ആസ്റ്റർ മിംസ് കോട്ടക്കലിലെ കാർഡിയോളജി ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റാണ്. നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന രണ്ട് വാക്കുകളാണ്. ഒന്ന് ഹാർട്ട് അറ്റാക്ക്, രണ്ട് ബ്ലോക്ക്. അപ്പോൾ ആളുകൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ ഹാർട്ട് അറ്റാക്കും ബ്ലോക്കും ഒന്നാണോ? എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് ആണ് ഞാൻ ഈ ടോക്കിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഹാർട്ടിന് 3 രക്തക്കുഴലുണ്ട്. ഈ രക്തക്കുഴൽ എന്ന് പറഞ്ഞാൽ ഹാർട്ടിൻ്റെ മസിലുകൾക്ക് ഹാർട്ട് തന്നെ രക്തം കൊടുക്കുന്ന രക്തക്കുഴലുകളാണ്. ഈ രക്തക്കുഴലിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ബ്ലോക്കുകൾ, വീതി കുറഞ്ഞ ഭാഗത്തിനെയാണ് നമ്മൾ എന്താ പറയുക, ബ്ലോക്ക് എന്ന് പറയാം. അപ്പോൾ ഒരു സ്ഥലത്ത് ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതിന് ഒരു ബ്ലോക്ക്, പിന്നെ 2 സ്ഥലത്തുണ്ടെങ്കിൽ 2 ബ്ലോക്ക്, 3 ബ്ലോക്ക്. അപ്പോൾ പല ആളുകളും നമുക്ക് കാണാം 2 ബ്ലോക്കുകളുണ്ടായിരുന്നു, 3 ബ്ലോക്ക് ഉണ്ടായിരുന്നു, അങ്ങനെ പല രീതിയിൽ വരാം. നമ്മൾ ഈ ചാലിലൊക്കെ വെള്ളം ഒഴുകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ ഒരു ചാലിൽ വെള്ളം ഇങ്ങനെ ഒരേപോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്നിടത്ത് ഒരു സ്ഥലത്ത് വീതി കുറവാണെങ്കിൽ, ഒഴുക്ക് ഉള്ള സ്ഥലത്ത് ഇടയിലൊന്ന് വീതി കുറവാണ്, അവിടുത്തെ ഒഴുക്ക് ഭയങ്കര സ്പീഡാവും. അപ്പോൾ ഇങ്ങനെ ബ്ലോക്കുള്ള ആൾക്കാർക്ക് ഈ ബ്ലോക്കുള്ള സ്ഥലത്ത്, ബ്ലോക്കുള്ള ഭാഗത്തെത്തുമ്പം രക്തോട്ടം ഭയങ്കര സ്പീഡാവുകയും അവിടെ ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞൊരഞ്ഞൊരഞ്ഞ് ഒരു സമയത്തുമ്പം ഈ ബ്ലോക്കുള്ള ആൾക്കാർക്ക് അവിടെ ഒരഞ്ഞ് പൊട്ടും. ഈ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ ആ ഭാഗത്ത്, പൊട്ടിയ ഭാഗത്ത് രക്തം കട്ട പിടിക്കും. അപ്പം അല്ലെങ്കിലേ വീതിയില്ലാത്ത സ്ഥലത്ത് രക്തക്കട്ടയും കൂടി വരുമ്പോൾ ഈ രക്തോട്ടം വളരെയധികം കുറയും, ചിലപ്പോൾ നിന്നു പോകും. അങ്ങനെ പെട്ടെന്ന് ഈ രക്തക്കുഴലിൻ്റെ ഉള്ളിൽ ചെറിയ പൊട്ടൽ വന്ന് രക്തം കട്ട പിടിച്ച് ആ രക്തോട്ടം പെട്ടെന്ന് വളരെയധികം കുറയേ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് നിന്നു പോവുകയോ ചെയ്യുന്ന സംഗതിക്കാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും ബ്ലോക്കുള്ള ആൾക്കാർക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇപ്പോൾ ഒരാൾക്ക് രക്തക്കുഴലിന് 90% ബ്ലോക്ക് ഉണ്ട്, പക്ഷേ രക്തവും ഒഴുകുന്നുണ്ട്, ഇവിടെ എവിടെയും പൊട്ടലൊന്നും ഇല്ലെങ്കിൽ നമ്മൾ അദ്ദേഹത്തിനെ പറ്റി എന്താ പറയുക, ബ്ലോക്ക് ഉണ്ട്, പക്ഷേ അറ്റാക്കില്ല. അതേസമയം ഇതേ രോഗി തന്നെ ഇങ്ങനെ ബ്ലോക്കോട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ആദ്യത്തെ ഒരു കൊല്ലം കുഴപ്പമില്ലാതെ പോയി, ഒരു 4 മാസം കഴിഞ്ഞ് 5 മാസം കഴിഞ്ഞ് 6ാമത്തെ മാസം പെട്ടെന്ന് അവിടെ ഒരു ചെറിയ പൊട്ടൽ വന്ന് രക്തക്കട്ട വന്ന് ആ പെട്ടെന്ന് രക്തോട്ടം നിന്ന് അപ്പോൾ പെട്ടെന്ന് നെഞ്ഞുവേനൊക്കെ ആയിട്ട് അദ്ദേഹം ഹോസ്പിറ്റലിൽ എത്തുന്നു. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഈ പേഷ്യൻറ്റിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ട്. ഇതാണ് ഇത് തമ്മിൽ വ്യത്യാസം. അപ്പോൾ ബ്ലോക്കുള്ള എല്ലാവർക്കും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവണമെന്നില്ല, പക്ഷേ ഹാർട്ട് അറ്റാക്ക് മിക്കവാറും വരുമ്പോൾ ഉള്ളിൽ ബ്ലോക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് ഞാൻ പറഞ്ഞു. രണ്ടാമത്, അപ്പോൾ അങ്ങനെ ഒരു രോഗി, ഇപ്പോൾ ബ്ലോക്കുള്ള രോഗിക്ക് എന്തായിരിക്കും ലക്ഷണം? അപ്പോൾ ബ്ലോക്ക് ഉണ്ടാകും, ഇപ്പോൾ ഒരു രക്തോട്ടം കുറഞ്ഞു വിചാരിക്കും, ഒരു 90% ബ്ലോക്ക് ഉണ്ട് ഉണ്ടാകുമ്പോൾ, എന്നാലും രക്തം അപ്പുറത്തേക്ക് എത്തുന്നുണ്ട്, 10% രക്തം അപ്പുറത്ത് എത്തുന്നുണ്ട്. അപ്പോൾ സാധാരണ ഇങ്ങനെ നിൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വെറുതെ നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ചെറിയ ജോലിയൊക്കെ ചെയ്യുമ്പോഴോ അവരുടെ ഹാർട്ടിന് ആവശ്യമുള്ള രക്തം ഈ 10%-ൻ്റെ ഉള്ളിൽ കൂടി കിട്ടും. അതേസമയം അവർ കുറച്ച് കൂടുതൽ ജോലി ചെയ്യുമ്പോൾ, അതായത് നല്ല കയറ്റം കയറുമ്പോൾ അല്ലെങ്കിൽ നല്ല കനമുള്ള ജോലി ചെയ്യുമ്പോൾ, കുറച്ച് ബുദ്ധിമുട്ടുള്ള ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടെൻഷനുള്ള എന്തെങ്കിലും കാര്യം കേട്ടിട്ട് ഹാർട്ടിൻ്റെ മിടിപ്പ് കൂടുമ്പോൾ ഈ കിട്ടുന്ന രക്തോട്ടം, ഈ ഇതിൻ്റെ ഉള്ളിൽ കൂടി കിട്ടുന്ന രക്തം ഹാർട്ടിന് മതിയാവാതെ വരുമ്പോൾ അവർക്ക് ഹാർട്ടിൻ്റെ നെഞ്ചിൻ്റെ അവിടെ ഭയങ്കര പുകച്ചിലും എരിച്ചിലും വേദനയൊക്കെ കൂടി വരും. ഈ നടന്ന് കയറ്റം കയറുമ്പോഴാവും ഇത് വരിക. വന്ന് കുറച്ച് കഴിയുമ്പോൾ ഈ ബുദ്ധിമുട്ട് വരുമ്പോൾ എന്താണ്, രോഗി ഓട്ടോമാറ്റിക്കലി റെസ്റ്റ് എടുക്കും. റെസ്റ്റ് എടുത്തു കഴിഞ്ഞാലോ ഈ മിടിപ്പൊക്കെ കുറഞ്ഞു, പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി കിട്ടുന്ന രക്തം മതിയാവും. അപ്പോൾ ആ വേദന ഇങ്ങനെ പതുക്കെ കുറഞ്ഞു പോകും. പിന്നെയും നടക്കുമ്പോൾ വീണ്ടും വേദന വരും, പിന്നെയും നിൽക്കുമ്പോൾ വേദന മാറും. അപ്പോൾ അതായത് വേദന ജോലിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വരിക. വേദന എന്നാൽ ഈ ബുദ്ധിമുട്ട്, ഈ പുകച്ചിലും എരിച്ചിലും ഒക്കെ ആയിട്ടുള്ളൊരു ബുദ്ധിമുട്ട്. സാധാരണ ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾക്ക് നെഞ്ഞുവേദന എന്ന് പറയുമെങ്കിലും അത് നെഞ്ഞ് വേദനയായിട്ടല്ല വരിക, പലപ്പോഴും ഒരു തരം പുകച്ചിലായിട്ട് വരിക. ഭയങ്കര ഒരു പുകയണ മാതിരി, ഒരു എരിയണ മാതിരി, അങ്ങനത്തെ നെഞ്ഞിന് നടുവിലാണ് വരിക. എല്ലാവരും പറയും ഹാർട്ടിൻ്റെ രക്തക്കുഴൽ, ഹാർട്ട് കിടക്കുന്ന ഇടത്തെ സൈഡിലാണ്, അതുകൊണ്ട് നെഞ്ഞുവേദന ഇടത്തെ സൈഡിലാണ്. അങ്ങനെയല്ല, ഹാർട്ടിൻ്റെ ബുദ്ധിമുട്ടൊക്കെ നടുവിലാണ് കൂടുതലും കാണുക. ചിലപ്പോൾ കയ്യിലേക്കും വരും, പുറത്തേക്കും വരും. ഇതാണ് എന്തിൽ വരുന്നത്, ബ്ലോക്കുള്ള രോഗിക്ക് വരുന്നത്. അതേസമയം അറ്റാക്ക് വരുമ്പോൾ ഈ രക്തക്കുഴൽ പെട്ടെന്ന് നിൽക്കുകയാണ്. അതുവരെ ഒഴുകിക്കൊണ്ടിരുന്ന രക്തക്കുഴൽ, ഇപ്പോൾ അത് തലേന്ന് വരെ ഒരു പ്രശ്നമില്ലാത്ത ഒരാൾക്ക് പെട്ടെന്ന് ഹാർട്ടിൻ്റെ രക്തോട്ടം നിന്ന് അതിനുശേഷമുള്ള ഹാർട്ടിന് രക്തം കിട്ടാതെ ഹാർട്ട് കേടാവണ ബുദ്ധിമുട്ട് പെട്ടെന്ന് വരികയാണ്. അപ്പോൾ വെറുതെ ഇരിക്കുമ്പോഴോ കിടക്കുമ്പോഴോ TV കാണുമ്പോഴോ ഉറങ്ങുമ്പോഴോ ഒക്കെയാണ് ഈ ബുദ്ധിമുട്ട് വരുന്നത്. ഇങ്ങനത്തെ ഈ ബുദ്ധിമുട്ട് വരുമ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് എരിച്ചിൽ വന്നു, ഭയങ്കര പുകച്ചിൽ, ചിലപ്പോൾ കഴുത്തിൻ്റെ അവിടെ കൂടുന്നു, കയ്യിൽ ഒക്കെ കടച്ചിൽ വന്നു, അല്ലെങ്കിൽ വയർത്ത്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ ഒരാൾക്ക് വന്നെങ്കിൽ അയാൾക്ക് എന്ത് വന്നു, ഹാർട്ട് അറ്റാക്ക് വന്നു. അതിൻ്റെ ചികിത്സ രണ്ടും വ്യത്യാസമുണ്ട്. അത് അറ്റാക്ക് വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, രക്തക്കട്ടയുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ ചികിത്സിക്കുമ്പോൾ ആ രക്തക്കട്ട അലിയിപ്പിക്കാനുള്ള ഇഞ്ചക്ഷനുകളും അതുപോലെ രക്തക്കട്ട വലിച്ചെടുത്തിട്ട് അവിടെ ബ്ലോക്ക് മാറ്റുകയാണ് ചെയ്യുക. അതേസമയം മറ്റേതിൽ രക്തക്കട്ട വലിക്കൊന്നും വേണ്ട, വെറുതെ ബ്ലോക്ക് മാറ്റിയാൽ മതി. അതേപോലെ ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞൊരു പേഷ്യൻ്റ് ആണെങ്കിൽ ഈ രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള ഗുളികയുടെ ഡോസ് മാറ്റുന്നുണ്ട്. ഇവിടെ ആകുമ്പോൾ അത്ര മാറ്റില്ല. വേറെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, രക്തോട്ടം കംപ്ലീറ്റ് നിന്നു, തീരെ ഇല്ല.
അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓരോ മിനിറ്റ് കഴിയും തോറും ഇതിന് ശേഷം ഈ രക്തം കൊടുത്തിരുന്ന ഹാർട്ടിൻ്റെ ഭാഗം കേടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വീട്ടിൽ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് വിചാരിക്കുക. അപ്പോൾ ആ ചെടികൾക്ക് നമ്മൾ എന്നും വെള്ളം ഒഴിക്കുന്നുണ്ട്. 2 ദിവസം വെള്ളം ഒഴിക്കാൻ മറന്നുപോയാൽ എന്തുണ്ടാവും? ചെടി ഒന്ന് വാടും. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ച് ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു, ആ സമയം അപ്പുറത്തുള്ളതിന് വെള്ളം ഒഴിച്ചു കൊടുത്തില്ല. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ നേരത്തെ വെള്ളം കിട്ടാത്ത ചെടി എന്തായി? കരിഞ്ഞുപോയി. കരിഞ്ഞു പോയതിനു ശേഷം നമ്മൾ എത്ര വെള്ളം ഒഴിച്ചാലും ആ ഭാഗം ഒരിക്കലും, ആ ചെടി ഒരിക്കലും നേരെ വരില്ല. അപ്പോൾ ആദ്യത്തെ ചെടിക്കും രണ്ടാമത്തെ ചെടിക്കും പ്രശ്നം ഉണ്ടായിരുന്നത്, ആദ്യത്തെ ചെടിക്കും വെള്ളം കിട്ടിയിട്ടില്ല, രണ്ടാമത്തെ ചെടിക്കും വെള്ളം കിട്ടിയില്ല. ആദ്യത്തെ ചെടിക്ക് നമ്മൾ വെള്ളം ഒഴിച്ചെടുത്തു, രണ്ടാമത്തെ ചെടിക്കും വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്താ വ്യത്യാസം? ആകെ ഒരു വ്യത്യാസമേ ഉള്ളൂ. ആദ്യത്തെ ചെടിക്ക് നമ്മൾ സമയത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു, രണ്ടാമത്തെ ചെടിക്ക് വളരെ നേരം വൈകിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു. ആദ്യത്തെ ചെടി ശരിയായി വന്നു, രണ്ടാമത്തെ ചെടി കരിഞ്ഞുപോയി. ഇതേപോലെ തന്നെയാണ് ഹാർട്ട് അറ്റാക്കിൻ്റെ ചികിത്സയും. ഹാർട്ട് അറ്റാക്കിൻ്റെ ചികിത്സ കറക്റ്റ് സമയത്ത് ചികിത്സിച്ചാൽ ആ കേടായി കിടക്കുന്ന ഹാർട്ട് നേരെ വരും. അല്ല, ഒരുപാട് നേരം പോയി കഴിഞ്ഞാൽ രക്തം കിട്ടാതെ ഹാർട്ട് കരിഞ്ഞ് കേടായതിനു ശേഷം നമ്മൾ എത്ര ബ്ലഡ് തുറന്നു കൊടുത്താലും എത്ര ബ്ലോക്ക് മാറ്റിയാലും ആ കേടായ ഹാർട്ട് നന്നാക്കി എടുക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഹാർട്ട് അറ്റാക്കും ഹാർട്ടിൻ്റെ ബ്ലോക്കും രണ്ടാണ്. ഹാർട്ട് അറ്റാക്ക് വരുന്ന രോഗിക്ക് അടിയന്തരമായിട്ട് എത്രയും പെട്ടെന്ന് ആ അടഞ്ഞ രക്തക്കുഴൽ തുറക്കണം. അത് ഇത്ര രാത്രിയാണെങ്കിലും ഏത് ഞായറാഴ്ചയാണെങ്കിലും ഏത് ഹോളിഡേ ആണെങ്കിലും അർജൻറ്റായിട്ട് ഹോസ്പിറ്റലിൽ പോയി ചികിത്സ തേടണം. അതേസമയം ഹാർട്ടിൻ്റെ ബ്ലോക്ക് മാത്രമുള്ള ഒരാളാണെങ്കിൽ അവരുടെ ചികിത്സ കുറച്ച് നേരം വൈകിയാലും ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ചിലപ്പോൾ ആൻജിയോഗ്രാം എടുത്തു, ബ്ലോക്ക് ഉണ്ടെന്ന് കണ്ടെത്തി, 3 ബ്ലോക്ക് ഉണ്ട്, ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം, അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് ബൈപ്പാസ് ചെയ്യണം. അത് കുഴപ്പമില്ല, സമയമെടുത്ത് ചെയ്യാവുന്ന ഒരു കാര്യം. അതേസമയം ഹാർട്ട് അറ്റാക്ക് കണ്ടെത്തി ഇന്ന് രാത്രി 10 മണിക്ക് കണ്ടെത്തിയിട്ട് ഇനി നാളെ രാവിലെ ചികിത്സിക്കാം എന്ന് പറയാൻ പറ്റില്ല. അത് കാരണം വെച്ചാൽ ആ ചികിത്സ പെട്ടെന്ന് ചെയ്യണം, അല്ലെങ്കിൽ ഹാർട്ടിന് ഭയങ്കര ബുദ്ധിമുട്ട് വരും. ഈ ഒരു വിഷയത്തിൽ, അതായത് ഹാർട്ട് അറ്റാക്കും ഹാർട്ടിൻ്റെ ബ്ലോക്കും തമ്മിലുള്ള വ്യത്യാസം കുറച്ച് ക്ലിയറായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.